Hi everyone, welcome to today's class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാക്രോ പ്രൊസസ്സർ ഫീച്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്രോ പ്രൊസസ്സർ എക്സ്പാൻഷനെ കുറിച്ച് പാസ് 1 ഒറ്റ പാസ് കൊണ്ട് നമ്മളെങ്ങനെ മാക്രോ പ്രൊസസ്സർ മാക്രോ പ്രൊസസ്സറിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അൽഗോരിതം ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ ചെയ്തു. എങ്ങനെയാണ് എക്സ്പാൻഷൻ നമ്മൾ എഴുതുന്നത്, മാക്രോ പ്രൊസസ്സറിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതെല്ലാം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഈ മാക്രോ പ്രൊസസ്സറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മെഷീൻ്റെ ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. ഓക്കെ, അതൊരു മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ മാക്രോ പ്രൊസസ്സറിനെ ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനത്തെ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ഫീച്ചേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പ്രൊസസ്സർ. അല്ലേ, നമുക്കറിയാം മാക്രോ പ്രൊസസ്സറല്ല, മാക്രോ പാരാമീറ്റേഴ്സ്. മാക്രോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാക്രോനെ നമ്മൾ എഴുതിയിരിക്കുന്ന അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു മാക്രോക്ക് ഒരു പേരുണ്ടായിരിക്കും, ലേബൽ ഫീൽഡ് നമുക്ക് ആ പേര് കൊടുക്കാം. പിന്നെ മാക്രോ എന്ന് പറയുന്നത് നമ്മൾ ഓപ്കോഡ് ഫീൽഡ് കൊടുക്കാം, ഓപ്പറാൻഡ് ഫീൽഡ് നമ്മൾ അതിൻ്റെ പാരാമീറ്റേഴ്സിനെ എഴുതും, ഇല്ലേ, ആംബ്രസാൻ എന്തൊക്കെ ഇട്ടിട്ട് പാരാമീറ്റേഴ്സിനെ എഴുതും. ഓക്കെ, അപ്പം അങ്ങനത്തെ പാരാമീറ്റേഴ്സിൻ്റെ കോൺകാറ്റിനേഷനാണ്, കോൺകാറ്റിനേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. സോ നമ്മൾ പരിപാടിയെല്ലാം ചെയ്യാൻ പോകുന്നത് ഈ പാരാമീറ്റേഴ്സിലാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതാണ് ഒരു മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാക്രോ പ്രൊസസ്സർ ഫീച്ചർ എന്ന് പറയുന്നത്. വൺ ഓഫ് ദി മാക്രോ പ്രൊസസ്സർ ഫീച്ചേഴ്സിലെ ഫസ്റ്റ് വൺ ആണ് കോൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സ്. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒരു മാക്രോനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മാക്രോ ഡെഫിനിഷൻ ഉണ്ടായിരിക്കും, അല്ലേ. സോ ഇവിടെ അത് നമ്മൾ എഴുതുന്ന ലേബൽ ഫീൽഡിൽ എഴുതുന്ന സം എന്ന് പറയുന്നതും പിന്നെയാണ് അതൊരു മാക്രോ ആണ്. അതിൻ്റെ ഓപ്പറാൻ ഫീൽഡിൽ നമ്മൾ അതിൻ്റെ പാരാമീറ്റേഴ്സും പാസ് ചെയ്തു. ഇൻ ദിസ് എക്സാമ്പിൾ സം എന്ന് പറയുന്നതാണ് മാക്രോൻ്റെ പേര്, അത് മാക്രോ ആണ്. അതിൻ്റെ പാരാമീറ്റേഴ്സാണ് ആംബ്രസാൻഡ് ID എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ആ സം എന്ന് പറയുന്ന മാക്രോൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് ആ ഡെഫിനിഷൻ? ഇതിപ്പോൾ നമ്മൾ പറയുന്നത് മാക്രോസിൻ്റെ അല്ലെങ്കിൽ മാക്രോ പാരാമീറ്റേഴ്സിൻ്റെ കോൺകാറ്റിനേറ്റ് ചെയ്ത് എഴുതുന്നതാണ്. പാരാമീറ്റേഴ്സിൻ്റെ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചർ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളറിയാം, നമ്മൾ ഇവിടെ വിളിച്ചിരിക്കുന്ന LDAനെ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? LDA അല്ല, ആംബ്രസാൻഡ് IDനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? LDA എക്സ് ആംബ്രസാൻഡ് ID ഒരു ആരോ മാർക്ക്, പിന്നെ അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ സ്ട്രിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോൺകാറ്റിനേഷൻ ചെയ്യുന്നത്. മാക്രോ പാരാമീറ്റേഴ്സിൻ്റെ കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്. നമ്മളിങ്ങനെ കോൺകാറ്റിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ആംബ്രസാൻഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ആംബ്രസാൻഡ് ID എന്താണ്? നമ്മൾ ആ പാരാമീറ്ററിൻ്റെ പേരാണ്. ഓക്കെ, ആ മാക്രോൾ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നതിന് സോ സ്റ്റാർട്ടിങ് കിട്ടി, അതിൻ്റെ എൻഡാണ് അതല്ലെങ്കിൽ LDA ഓഫ് എക്സ് ആംബ്രസാൻഡ് ID 1 എന്ന് പറയുന്നത് ആരോ മാർക്ക് ഇട്ട് കാണിക്കുന്നതാണ് ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറാൻഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ആ എൻഡിങ് വെച്ചിട്ടാണ് അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഒരു ക്യാരക്ടർ സ്ട്രിങ്ങിനെ അപ്പൻഡ് ചെയ്ത് അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു മാക്രോ പാരാമീറ്റേഴ്സിനെ കോൺകാറ്റിനേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? മീൻസ് ഒരു ക്യാരക്ടർ സ്ട്രിങ്ങിനെ അതിൻ്റെ അവസാനം നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യുന്നു. അതിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ആരോ മാർക്ക് പോലെയുള്ള ഒരു ഓപ്പറേറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സം എന്ന് പറയുന്ന മാക്രോൻ്റെ ഡെഫിനിഷനാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ്? എക്സ് ആംബ്രസാൻഡ് ID അതിനോട് കൂടി നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ സ്ട്രിങ് 1 ആണ്. ഓക്കെ, രണ്ടാമത്തത് ആഡ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഈ ആംബ്രസാൻഡ് ID എന്ന് പറയുന്ന ആ മാക്രോനെ നമ്മളിവിടെ മാക്രോ പാരാമീറ്ററിനെ യൂസ് ചെയ്തു, അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് വേറൊരു ക്യാരക്ടർ സ്ട്രിങ് 2 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്ട്രിങ്ങിന് നമ്മൾ അല്ലെങ്കിൽ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ സ്റ്റോർ എക്സ് ആംബ്രസാൻഡ് ID S എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്ട്രിങ്ങിനെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കോൺകാറ്റിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ
എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ് ഉണ്ടായിരിക്കുക? നമ്മൾ സം എ എന്ന് പറഞ്ഞ് ആ ഒരു പെർട്ടിക്കുലർ മാക്രോനെ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? സമ്മ് എ. ഇപ്പം ആംബ്രസാൻഡ് ഐ ഡി എന്ന് പറയുന്ന ആ പാരാമീറ്ററായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നിടത്താണ് ഇപ്പം എ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആംബ്രസാൻഡ് ഐ ഡി കാണുന്നിടത്തൊക്കെ ഈ മാക്രോൻ്റെ ഡെഫിനിഷനിൽ ആംബ്രസാൻഡ് ഐ ഡി കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് എഴുതണം? എ എന്ന് എഴുതണം. ഓക്കെ, അപ്പം നമ്മളുടെ എക്സ്പാൻഷൻ എങ്ങനെയാവും? ഈ ഒരു പെർട്ടിക്കുലർ ഡെഫിനിഷൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയാവും? LDA എക്സ് ആംബ്രസാൻഡ് ഐ ഡി അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത് LDA എക്സ് ആംബ്രസാൻഡ് ഐ ഡി എന്നാണ്. ഓക്കെ, ആംബ്രസാൻഡ് ഐ ഡിക്ക് പകരം നമ്മൾ എന്താണ് വിളിച്ചിരിക്കുന്നത്? എ എന്നാണ് പാരാമീറ്ററിനെ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ. സോ ആംബ്രസാൻഡ് ഐ ഡിക്ക് പകരം നമ്മൾ എ എന്ന് കൊടുക്കുന്നു. അതിന് അപ്പൻഡ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ സ്ട്രിങ് ഏതാണ്? 1 ആണ്. സോ നമ്മൾ എന്ത് എഴുതും? എക്സ് ആംബ്രസാൻഡ് ഐ ഡിക്ക് പകരം എ, അതിന് അപ്പൻഡ് ചെയ്യുന്ന അതിൻ്റെ എൻഡ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് അപ്പൻഡ് ചെയ്യുന്ന ക്യാരക്ടർ സ്ട്രിങ്ങിൻ്റെ പേര് 1. ഓക്കെ, അപ്പം XA1 എന്ന് വരും. അതേപോലെ അടുത്തത് എന്ത് വരും? ഈ എ എന്നാണ് വിളിച്ചിരിക്കുന്നത്. സോ അടുത്ത ആഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്പറാൻഡ് ഫീൽഡിൽ എന്താണ്? എക്സ് ഉണ്ട്. ആംബ്രസാൻഡ് ഐ ഡിക്ക് പകരം നമ്മൾ കോൾ ചെയ്തിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ വേരിയബിൾ എന്ന് പറയുന്നത് എ ആണ്. ഈ എക്സ് ആഡിൻ്റെ കൂടെ നമ്മൾ എന്താണ് അപ്പൻഡ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ സ്ട്രിങ് എന്ന് പറയുന്നത് 2 ആണ്. സോ XA2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതിൻ്റെ എക്സ്പാൻഷൻ സമയത്ത് ഏത് രീതിയിലാണ് XA1 എങ്ങനെ വന്നു, XA2 എങ്ങനെ വന്നു, എ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആ സം എന്ന് പറയുന്ന ആ മാക്രോനെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ പാസ് ചെയ്തിരിക്കുന്ന എ എന്ന് പറയുന്ന വാല്യൂവിന് നമ്മൾ ആംബ്രസാൻഡ് ഐ ഡി എന്ന് പറഞ്ഞ് നമ്മൾ മാക്രോ ഡെഫിനിഷൻ സമയത്ത് കൊടുത്തിരിക്കുന്ന ഐ ഡി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ അല്ലേ. ഇപ്പം സമ്മ് എന്ന് പറയുന്ന മാക്രോൻ്റെ പേര് മാക്രോന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് ആംബ്രസാൻഡ് ഐ ഡി ആണ്. സോ സമ്മ് എ എന്ന് വിളിക്കുമ്പോൾ എന്താണ്? ഐ ഡി ആണ്. ആ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അപ്പോൾ ആംബ്രസാൻഡ് ഐ ഡി ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് എഴുതും? എ എന്ന് എഴുതി കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ സ്ട്രിങ്ങിനെ ഒരു മാക്രോ പാരാമീറ്റേഴ്സുമായിട്ട് കോൺകാറ്റിനേഷൻ ചെയ്യുന്നത്. സോ കോൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെയിം എക്സാമ്പിൾ നമ്മളിപ്പം ഈ ആംബ്രസാൻഡ് ഐ ഡിക്ക് പകരം ബീറ്റ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരും? സം എന്ന് പറയുന്ന ആ ഒരു മാക്രോനെ നമ്മൾ കോൾ ചെയ്തിരിക്കുകയാണ് സമ്മ് ബീറ്റ. അപ്പം ആംബ്രസാൻഡ് ഐ ഡി എന്ന് പറയുന്ന പാരാമീറ്ററിൽ നമ്മളിവിടെ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ ബീറ്റയാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? അതിൻ്റെ ഡെഫിനിഷനിൽ പോവുക. ആ ഡെഫിനിഷൻ നോക്കിയിട്ട് എവിടേക്കാണോ ആംബ്രസാൻഡ് ഐ ഡി ഉള്ളത് അവിടെയൊക്കെ നമ്മൾ ബീറ്റ എന്ന് കൊടുക്കുക. അതിനുശേഷം ഓപ്പറേറ്റർ ആയിട്ടുള്ള ഈ ആരോ മാർക്ക് ഓപ്പറേറ്റർ അതിന് അപ്പൻഡ് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ പേരെന്താണ്, ആ സ്ട്രിങ്ങിനെയും കൂടി ഒരുമിച്ച് എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഷനിൽ എഴുതുന്നത്. ഓക്കെ, അപ്പം സം ബീറ്റ എന്ന വാല്യൂവിനെയാണ് അല്ലെങ്കിൽ ബീറ്റ എന്നാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ ഈ ഒരു LDA എക്സ് ആംബ്രസാൻഡ് ഐ ഡി 1 എന്ന് പറയുന്നത് എങ്ങനെ വരും? എക്സ് ആംബ്രസാൻഡ് ഐ ഡിൻ്റെ സ്ഥലത്താണ് നമ്മൾ ബീറ്റ കൊടുത്തിരിക്കുന്നത്. സോ ബീറ്റ ആൻഡ് അതിന് അപ്പൻഡ് ചെയ്തിരിക്കുന്ന വാല്യൂ ആരോ മാർക്കിന് ശേഷം കൊടുത്തിരിക്കുന്നത് 1 ആണ്. സോ ബീറ്റ കഴിഞ്ഞിട്ട് 1 എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അതേപോലെ എക്സ് ബീറ്റ കഴിഞ്ഞിട്ട് ഈ ആഡ് എന്ന് പറയുന്നിടത്ത് നമ്മൾ അപ്പൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ സ്ട്രിങ് 2 ആയിരുന്നു. സോ എക്സ് ബീറ്റ 2 എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സിനെ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ദെൻ അടുത്തത് ജനറേഷൻ ഓഫ് യുണീക്ക് ലേബിൾസ്. അടുത്ത മാക്രോ പ്രോസസ്സറിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, ജനറേഷൻ ഓഫ് യുണീക്ക് ലേബൽസ്. നമ്മൾ ഈ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് യുണീക്ക് ആയിട്ടുള്ള ലേബൽ ഫീൽഡ് അറിയില്ലേ? ലേബൽ ഫീൽഡ്, ഓപ്കോഡ് ഫീൽഡ്, ഓപ്പറാൻഡ് ഫീൽഡ്, ഇങ്ങനെയാണ് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഫീൽഡ് വൈസ് വരുന്നത്. ഓക്കെ, അതിൽ ഈ ലേബൽ ഫീൽഡുകളെ ആദ്യം കാണുന്ന നമ്മൾ ആ ലേബൽ ഫീൽഡുകളെ യുണീക്കായിട്ട് നമുക്ക് എങ്ങനെ കിട്ടും? ഓക്കെ, അതിനെ യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? എക്സ്പാൻഷൻ സമയത്ത് ഈ മാറ്റത്തിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലേബൽസിനെ നമ്മൾ യുണീക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ജനറേഷൻ ഓഫ് യുണീക്ക് ലേബൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. റീഡ് ബഫ് എന്ന് പറയുന്ന ഒരു മാക്രോനെയാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ആംബ്രസാൻ, ഇൻപുട്ട് ഡിവൈസ്, ബഫർ അഡ്രസ്സ്, റെക്കോർഡ് ലെങ്ത് എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ മാക്രോനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മാക്രോനെ ഡിഫൈൻ ചെയ്യുന്ന ഇത്രയും മാക്രോനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. എൻഡ് കാണുന്നത് വരെ ആ മാക്രോൻ്റെ ഡെഫിനിഷനാണ്. അപ്പം ഇവിടെ നമുക്കിപ്പോൾ ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ലൂപ്പ് എന്ന് പറയുന്ന ഒരു ലൂപ്പിനെ നമ്മൾ ലേബൽ ഫീൽഡിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ലേബൽ ഫീൽഡിലാണല്ലോ റീഡ് ബഫ് എന്ന് പറയുന്നത് ലേബലാണ്. മാക്രോ എന്ന് പറയുന്ന ഈ കാണുന്ന മാക്രോന് താഴെ വരുന്നതൊക്കെയാണ് നമ്മളുടെ ഓപ്കോഡ് ഫീൽഡ്. അതിൻ്റെ അടുത്ത സൈഡിൽ വരുന്നതാണ് നമ്മളുടെ ഓപ്പറാൻഡ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ ലേബൽ ഫീൽഡിൽ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാക്രോനെ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് ജമ്പ് ഈക്വൽസ് ആണെന്നുണ്ടെങ്കിൽ, ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ, അതായത് ടെസ്റ്റ് ഡിവൈസ് നമ്മൾ എക്സ് ആംബ്രസാൻ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കൊടുത്തു. അവിടെ അതിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ലൂപ്പാണ് കോൾ ചെയ്യുന്നത് അല്ലേ, ലൂപ്പിനെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു നമ്മളുടെ ഇതിൻ്റെ താഴെ മാക്രോൻ്റെ എല്ലാം താഴെ ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും ഇല്ലേ, ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും. ആ മെയിൻ പ്രോഗ്രാമിൽ 2 പ്രാവശ്യം എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ മാക്രോനെ കോൾ ചെയ്യാണ്, അല്ലെങ്കിൽ റീഡ് ബഫ് എന്ന് പറയുന്ന ഈ മാക്രോനെ നമ്മൾ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 2 പ്രാവശ്യം കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ ഡെഫിനിഷൻ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ജമ്പ് ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ ലൂപ്പിലേക്ക് പോകണോ, രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറയുമ്പോൾ രണ്ടാമത് ഒന്നും കൂടിയും ഈ റീഡ് ബഫ് എന്ന് പറയുന്ന എക്സ്പാൻഷൻ വരും അല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തെ ലൂപ്പിൽ പോകണോ എന്നുള്ളത് കൺഫ്യൂഷനായിട്ട് വരും അല്ലേ, ഒരേ പേരിലാണുള്ളത്. അപ്പോൾ ഇൻ കേസ് നമ്മളുടെ മെയിൻ പ്രോഗ്രാമിൽ 2 പ്രാവശ്യം നമ്മളുടെ ഇങ്ങനത്തെ മാക്രോനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ലൂപ്പുകളെല്ലാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ, ഈ ജമ്പ് ചെയ്യുന്നത് ഏത് ലേബലിലേക്ക് ഒരേപോലത്തെ പേരുകൾ നമ്മൾ 2 പ്രാവശ്യം വിളിക്കുമ്പം വീണ്ടും അതേ പേര് തന്നെയാണ് വരുന്നത് അല്ലേ, ലേബൽ ഫീൽഡ് അതേ പേര് തന്നെയാണ്. അപ്പം ഒരേ ലൂപ്പ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം വരും. ഓക്കെ, അപ്പോൾ ഈ 2 പ്രാവശ്യം ലൂപ്പ് വരുമ്പം ഏത് ലൂപ്പിലേക്ക് ചാടണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിട്ട് വരും. ഓക്കെ, ആ ഒരു സിനാരിയോയിൽ വെച്ചിട്ടാണ് നമ്മൾ യുണീക്ക് ലേബൽസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലേബലുകളെ എങ്ങനെ യുണീക്ക് ആക്കാം, അതായത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ റീഡ് ബഫിനെ വിളിക്കുന്ന സമയത്ത് ഒരു ലേബലായിരിക്കണം, ഒരു ലൂപ്പായിരിക്കണം പോകുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം റീഡ് ബഫ് എന്ന് പറയുന്നതിനെ വിളിക്കുന്ന സമയത്ത് വേറൊരു ലൂപ്പ് എന്ന് പറയുന്ന, അതായത് അത് യുണീക്കായിട്ട് നമ്മളിപ്പോൾ ലൂപ്പ് 1ഉം ലൂപ്പ് 2ഉം എന്താണ്, ലൂപ്പ് 1 എന്ന് പറയുന്നത് വേറെയാണ്, ലൂപ്പ് 2 എന്ന് പറയുന്നത് വേറെയാണ്. നമ്മളിപ്പോൾ പേര് മാറ്റി കൊടുക്കുകയാണ് ഒരേ സംഭവത്തിന്, അതേ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളിച്ചാലും അതിൻ്റെ എന്താവും, ആ ലൂപ്പ് എന്ന് പറയുന്നത്, ഇൻ ദിസ് കേസ് ഇവിടെ ലൂപ്പാണ്. അപ്പോൾ ലൂപ്പ് എന്ന് പറയുന്നത് ലൂപ്പ് മാത്രമല്ല കേട്ടോ, വേറെ എന്തും വരാം. ലേബൽ ഫീൽഡിൽ കൊടുത്തിരിക്കുന്നത് എന്തിനെ നമ്മൾ യുണീക്കായിട്ടുള്ള ഒരു കാര്യമാക്കിയിട്ട് അതിൽ കുറച്ച് യുണീക്കായിട്ടുള്ള ഒരു പേരൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്താവും, അത് യുണീക്കായിട്ട് ആ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ അതിലേക്ക് തന്നെ ആയിരിക്കും പോവുക. അപ്പോൾ പോവേണ്ട കൺഫ്യൂഷൻ വരില്ല, ഒരേ പേരിലുള്ള ഒരുപാട് ലേബൽസ് വരില്ല. ഓക്കെ, അതിനെ യുണീക്കാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ ലൂപ്പും ഉണ്ട് എക്സിറ്റും ഉണ്ട്. ഓക്കെ, ലൂപ്പ് എക്സിറ്റ് എന്ന് പറയുന്ന 2 പ്രാവശ്യം ആണ് ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഈ ജമ്പ് ഈക്വൽ ടു നമ്മൾ ലൂപ്പിലേക്ക് വിളിക്കുമ്പോൾ ഒരു ലൂപ്പ് വരും. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ദെൻ വീണ്ടും TIXR എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ ലൂപ്പ് വിളിക്കുമ്പം ഏത് ലൂപ്പിലേക്ക് പോകണം എന്നുള്ളത് കൺഫ്യൂഷനായിട്ട് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കുന്നതെന്നാണ്. എങ്ങനെയാണ് ഒരു പ്രശ്നത്തിനെ പരിഹരിക്കുന്നത് നോക്കാം. ഇങ്ങനെ നമ്മൾ ഒരു ലേബൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു റീഡ് ബഫ് എന്ന് പറയുന്ന മാക്രോൻ്റെ ഡെഫിനിഷൻ്റെ താഴെ ലേബൽസ് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഓപ്പറാൻഡ് ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിനെ അപ്പൻഡ് ചെയ്യുന്നത് അതിനോട് കൂടെ ഓരോ ലേബലിനോട് കൂടെയും എന്ത് ചെയ്യണം, $സൈൻ ആഡ് ചെയ്യണം. ഓക്കെ, $സൈൻ ആഡ് ചെയ്യുക. അപ്പോൾ ലൂപ്പ് $exit എന്ന് പറയുന്നതാവും, ലൂപ്പ് $exit എന്ന് പറയുന്നത് ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോരോ കൗണ്ടറുകൾ, കൗണ്ടറുകളല്ല, ഒരു 2 ഡിജിറ്റ് ആയിട്ടുള്ള ഒരു 2 വേരിയബിൾസിനെ
നമ്മൾ കൊടുക്കാം. ആദ്യത്തെ ലൂപ്പിന് 2 ഡിജിറ്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ കൊടുക്കുക ആ ഫസ്റ്റ് ലൂപ്പ് വരുമ്പം. രണ്ടാമത്തെ ലൂപ്പ് വരുമ്പോൾ അതായത് എ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു ഓരോ ലേബൽസും വരുമ്പോൾ അതിനോട് കൂടി ഡോളർ എന്ന് പറയുന്നത് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം അതിൻ്റെ നമ്മൾ ആ മാക്രോനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തതിന് നമ്മൾ എ എന്ന് കൊടുക്കും. ഓക്കെ, എ അതായത് എവിടേക്കാണോ ലേബൽ വരുന്നത് അവിടെയൊക്കെ എ എന്ന് കൊടുക്കും. രണ്ടാമത്തെ പ്രാവശ്യം അതിനെ വിളിക്കുമ്പോൾ നമ്മൾ AB എന്ന് കൊടുക്കും. സോ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ആ ലൂപ്പിനെ വിളിക്കുമ്പം $AB ലൂപ്പ് എന്ന് വരും. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ AC എന്ന് വരും. ഓക്കെ, അപ്പോൾ ഒരേ